നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയിട്ടുള്ള യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ള വയനാട്ടിലാണ്. വയനാടിൻ്റെ കോടമഞ്ഞും ഒരു ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈൽ വീടിൻ്റെ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷനൊക്കെ കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് മൈ ബെറ്റർ ഹോമിൻ്റെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സ്റ്റൈൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു കൊളോണിയൽ ആർക്കിടെക്ചർ എക്സ്റ്റീരിയർ ആണെങ്കിലും ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് KCN ബിൽഡേഴ്സ് എന്ന് പറയുന്ന കൽപ്പറ്റ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അവർ ഓൾ കേരള ലെവലിൽ വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും അല്പം താഴേക്ക് സ്റ്റീപ്പായിട്ടിരിക്കുന്ന ഒരു ഭൂമിയായിരുന്നു ഇത്. അതിനൊരു റീറ്റെയിനിങ് വാൾ ഉപയോഗിച്ച് താഴ്ഭാഗത്ത് ഒരു ഗ്യാരേജ് സ്പേസും മുകൾ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു റെസിഡൻസുമായിട്ടാണ് ഈ ഒരു വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഗേബിൾ ടൈപ്പ് റൂഫിംഗ് ആണ് വീടിൻ്റെ എലിവേഷൻ നൽകിയിരിക്കുന്നത്. ഷിംഗിൾസ് ആണ് റൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വീടിൻ്റെ എലിവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിൻഡോസും അതേപോലെ ഡോർസും എല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ലോൺ സ്പേസ് വീടിൻ്റെ മുറ്റത്ത് നൽകിയിട്ടുണ്ട്. ആ ഒരു ലോൺ സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേൾ ഗ്രാസ് ആണ് മുഴുവനായിട്ടും നൽകിയിരിക്കുന്നത്. സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കം കാണാം. അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ലോൺ ഏരിയ, ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളെല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ആയിട്ടുള്ളൂ. താഴോട്ടുള്ള ഈ ഒരു പാത്ത് വേയിൽ നൽകിയിരിക്കുന്നത് മുഴുവൻ കോബിൾ സ്റ്റോൺ ആണ്. ഇതിങ്ങനെ നേരെ കടന്നു ചെല്ലുന്നത് ഈ ഭാഗത്ത് വെച്ചിരിക്കുന്ന കാർ ഗ്യാരേജ് സ്പേസിലേക്കാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു റീറ്റെയിനിങ് വാൾ വരുന്നത്. ഇത്രയും ലെവൽ ഡിഫറൻസ് ഈ ഒരു പ്ലോട്ടിൽ നിന്ന സമയത്ത് ആ ഒരു ലെവൽ ഡിഫറൻസ് നിർത്തിക്കൊണ്ട് തന്നെ അടിഭാഗം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കി മാറ്റിയിട്ടാണ് ഇതിൻ്റെ ആർക്കിടെക്ട്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം വയനാടാണ്. അതിരാവിലെ കോടമഞ്ഞ് പുറച്ച് കിടക്കുന്ന ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത് ഇസൈ എന്നാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തരുന്നത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിൽ കയറിയിട്ട് എങ്ങനെയാണത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കാണാം. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. വളരെ മിനിമൽ ആയിട്ടുള്ള വിഡ്ത്താണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നാൽ ലെങ്ത് വൈസ് നല്ല ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് 2 വലിയ വിൻഡോസ് വരുന്നു. എല്ലാം ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. പാനലിങ്ങിനൊക്കെ ആ ഒരു സ്റ്റൈലിലുള്ള വിൻഡോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വീടിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു പാനലിംഗ് വർക്കുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് പാറ്റേൺ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഷൂറാക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ അത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡോർ ഡിസൈൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഇവിടെ ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് ഇത് ബ്രേക്കബിൾ ആയിട്ടുള്ളൊരു ഡോർ ആയിരിക്കും എന്നുള്ളത്. ഒരിക്കലും അല്ല, ഇതൊരു സെക്കൻഡറി ഡോർ മാത്രമാണ്. അകത്ത് ഒറിജിനൽ ഡോർ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് വൈറ്റ് കളറിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഡോറും ഡോർ ഫ്രെയിമും എല്ലാം സോളിഡ് വുഡിൽ ചെയ്തിട്ട് വൈറ്റ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോമൺ സ്പേസിലേക്കാണ്. ഒരു ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. എനിക്ക് വീടിൻ്റെ കളർ സ്കീമും ഇവിടുത്തെ ഒരു ലേ ഔട്ടും ഒക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റൈൽ വാൾ മോൾഡിങ്സ് ഒക്കെ നൽകി വാൾ ഹാങ്ങിങ് ലൈറ്റൊക്കെ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഫർണിച്ചറിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ട്രഡീഷണൽ ആംബിയൻസിൽ തന്നെ ചെയ്തിരിക്കുന്ന വുഡൻ ഫർണിച്ചറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ഒരു വീട് പ്ലാൻ ചെയ്യുന്നതിന് പകരം ഇവിടുത്തെ ടോപ്പോഗ്രഫിക്കും ഇവിടുത്തെ വീട്ടുകാരുടെ ലൈഫ് സ്റ്റൈലിനും വേണ്ടി തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റൈലിൽ തന്നെ വാള് മോൾഡിങ് ചെയ്തിരിക്കുന്നു. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാൾ പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വുഡൻ സോഫ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു റോയൽ തീമിൽ ചെയ്തിട്ടുള്ള വുഡൻ സോഫയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളറിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് വുഡൻ കാർവിംഗ് വർക്കുകളൊക്കെ വരുന്ന രീതിയിലാണ് ഈ സോഫ ചെയ്തിരിക്കുന്നത്. ഈ വർക്കിന് വേണ്ടിയിട്ട് മരം സോയ്സ് ചെയ്ത് അതിൽ കാർവിംഗ് വർക്കുകൾ ചെയ്ത് പിന്നീട് അപ്ഹോൾസ്റ്ററി വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് സോഫയാണ് നിങ്ങൾ കാണുന്നത്. സ്പേസ് പ്ലാനിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 4.8 മീറ്ററാണ് ഇവിടെ വിഡ്ത്ത് വരുന്നത്. അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 6 മീറ്ററോളം ഇവിടെ ലെങ്ത്തും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസ്. അതിനുശേഷം ഒരു 2.7
മീറ്റർ, അതായത് ഒരു 9 ഫീറ്റ് വരുന്ന ഒരു ചെറിയ സ്പേസ് മക്കൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിലൊരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഔട്ട്സൈഡിലേക്കുള്ള വിസിബിലിറ്റി നല്ല രീതിയിൽ ലഭിക്കുന്നു. വിൻഡോസ് ഒക്കെ വൈറ്റ് കളറിൽ, അതിൻ്റെ ഗ്രില്ലും വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്നു. വിൻഡോൻ്റെ ആ ഒരു പാനലിംഗ് വർക്കുകളൊക്കെ ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ കണക്ടിവിറ്റി നമ്മൾ എടുത്തു പറയേണ്ട കേട്ടോ. കോമൺ സ്പേസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡൈനിങ്ങും കിച്ചണും തമ്മിൽ വളരെ ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ കിച്ചൺ ഓപ്പൺ സ്റ്റൈലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 4 മീറ്റർ ആണ് വീതി വരുന്നത്, 4.5 മീറ്റർ ലെങ്ത്തും വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് വാളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വാൾ പാനൽ ചെയ്തിരിക്കുന്നു. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഒരു മിറർ നൽകി. ആ മിറർ നൽകുന്ന സമയത്ത് ഈ ഒരു സ്പേസ് ഇനിയും കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നൽകിയിരിക്കുന്ന മിറർ യൂണിറ്റും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. വുഡിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് കാർവിംഗ് വർക്കുകൾ ചെയ്തിട്ടാണ് ഈ ഒരു വാൾ യൂണിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിൽ നൽകിയിരിക്കുന്നത് ടൈലാണ്. 2 ഭാഗത്തും ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയപ്പോൾ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ നോക്കൂ, ലൈറ്റ് ഗ്രേ തീമിൽ ചെയ്തിട്ടുള്ള ആ ഒരു PU ഫിനിഷ് വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ന്യൂട്രൽ ഷെയ്ഡ് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഹാൻഡിൽസ് ഒക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് ഇതേപോലെ ഒരു സ്റ്റോറേജ് കൺസോൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ വരെ ക്ലാസിക് ആയിട്ടുള്ള ഷട്ടറുകളാണ് അതിനെല്ലാം നൽകിയിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ ഒരു വെറൈറ്റി ആട്ടോ. നേരെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു പാറ്റിയോ സ്പേസിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഡോറും വിൻഡോസും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഔട്ട്ഡോറിലേക്ക് ലഭിക്കും കേട്ടോ. വയനാടിൻ്റെ ഒരു കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നല്ല കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ വന്ന സമയത്താണെങ്കിലും ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നട്ടുച്ച സമയമാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഈ ടൈൽസിന് തണുപ്പുണ്ട്. ഈ വീട്ടിലൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC വർക്ക് ചെയ്യുന്നത് പോലെ കാലാവസ്ഥ സ്വയം കൂൾ ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സൈസ് പറയാം. 4.6 മീറ്റർ, 4.5 മീറ്റർ ആണ് കിച്ചൻ്റെ സൈസ് വരുന്നത്. ഒരു ഐലൻഡ് ടേബിൾ ഇവിടെ നൽകിയിരിക്കുന്നു. പക്ക ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് കിച്ചൻ്റെ ക്യാബിനറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. NFC ബോർഡിൽ PU പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ സ്ലാബിന് ശേഷം ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഉണ്ട്. അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. ഈ NFC ബോർഡിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ അടിയിലും റെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ മുകളിൽ വലിയൊരു ഏരിയയും നൽകിയിരിക്കുന്നു. NFC ബോർഡിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചിട്ട് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഫോർമൽ കിച്ചനോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം നൽകിയിരിക്കുന്നു. ആ സ്റ്റോർ റൂമിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് കിച്ചൺ ചെയ്തിട്ട് അതിൻ്റെ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും. നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണത്. മിക്സിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സ്റ്റേബിൾ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. മുകളിലേക്ക് നോക്കിയാൽ സ്റ്റോറേജ് സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. സോ കിച്ചണിൽ സ്റ്റോർ റൂമും എക്സ്ട്രാ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെ വരികയാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജ് സ്പേസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. വർക്ക് ഏരിയ വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്നു. 1.5 മീറ്റർ മാത്രമേ ഇവിടെ വീതി വരുന്നുള്ളൂ. ലെങ്ത് ആ ഒരു കിച്ചൻ്റെ സെയിം ലെങ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ക്ലാസിക് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ക്ലാസിക് ഷാൻഡിയർ ലൈറ്റാണ് ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. വീട്ടിൽ ഓരോ ഭാഗത്തും നൽകിയിട്ടുള്ള ലൈറ്റുകൾ ആ ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ ഭംഗിയുള്ള ക്ലാസിക് ലൈറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ സെലക്ഷൻ ആണെങ്കിലും കളർ കോമ്പിനേഷൻ്റെ സെലക്ഷനിലാണെങ്കിലും മെറ്റീരിയൽ സെലക്ഷനിലാണെങ്കിലും ആർക്കിടെക്റ്റ് വളരെ നല്ലൊരു ജോലി തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഉണ്ട്. വലിയൊരു ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ എൻട്രൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇതേപോലെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു ക്ലാസിക് ഷാൻഡിലിയർ നൽകിയിട്ടുണ്ട്. ഒരു ആൻറ്റിക് ബ്രോൺസ് ഫിനിഷിലൊക്കെ അത് നൽകിയത് കൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ വാം എക്സ്പോഷറിൽ നല്ല ഭംഗി നമുക്ക് ഈ ഒരു ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസിൻ്റെ ഒരു ഡിസൈൻ വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിയാൻ ബ്ലൂ കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ ഫ്രെയിം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സോഫ, ഒരു റിക്ലൈനർ ടൈപ്പ് സോഫ ഇവിടെ നൽകിയിട്ടുണ്ട്.
ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഓപ്പണിംഗ് ആണ് വരുന്നത്. ഔട്ട് സൈഡിലുള്ള വ്യൂ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ ആരാ വന്നിരിക്കുന്നതെന്നൊക്കെ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റോറേജ് കൺസോൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്യാബിനറ്റും ഷട്ടേഴ്സും ഒക്കെ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ക ഇതിനു വേണ്ടി നന്നായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഡീറ്റെയിലിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് 2 റൂമുകളിലേക്കാണ് കണക്ഷൻ ഉള്ളത്. ഒന്ന് ഈ കാണുന്ന ബെഡ്റൂമാണ്, ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഒന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഗസ്റ്റ് ബെഡ്റൂമാണ്. പേരൻറ്റ്സ് ബെഡ്റൂം ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരുടെ അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ബെഡ്റൂമിലാണ് താമസിക്കുക. ഈ ഭാഗത്ത് ഒരു വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഈ വാൾപേപ്പർ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രിന്റ് ചെയ്തതാണ്. ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്തെടുത്ത വാൾപേപ്പർ ആണത്. മാസ്റ്റർ ബെഡ്റൂം നമുക്കൊന്ന് കാണാം. നല്ലൊരു കൺസെപ്റ്റാണ്. മാസ്റ്റർ ബെഡ്റൂം സ്പെഷ്യൽ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഫ്ലോറിംഗ് മുതൽ ചേഞ്ച് വരുന്നുണ്ട്. വുഡൻ ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നു. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വെൽക്കം ഏരിയ എന്നുള്ള രീതിയിൽ ഒരു റീഡിംഗ് സ്പേസ് പോലെ 2 ചെയറുകളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡിലേക്കുള്ള വ്യൂസ് ബാൽക്കണിയിലൂടെ കാണാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് സ്പേസ് കഴിഞ്ഞ് അകത്തേക്കാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയ വരുന്നത്. ആക്ച്വലി നല്ല ലെങ്തി ആയിട്ടുള്ള ബെഡ്റൂം ആട്ടോ. 5.5 മീറ്റർ ലെങ്ത് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഇവിടെ വരുന്നുണ്ട്. 4.5 മീറ്റർ ആണ് വിഡ്ത്ത് നൽകിയിട്ടുള്ളത്. അതിലൊരു കസ്റ്റമൈസ്ഡ് കോട്ട് നൽകിയിരിക്കുന്നത് ഒരു വുഡൻ കോട്ടാണ്. അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് മരത്തിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. സൈഡ് ടേബിൾ വുഡിൽ തന്നെ, സോളിഡ് വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈനും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. നോർമൽ നമ്മൾ കാണുന്ന പാറ്റേൺ എന്നൊക്കെ മാറി ഒരു മിറർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റൈൽ വാർഡ്രോബാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സയാൻ ബ്ലൂ കളറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. PU പെയിന്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ വരുന്നതൊക്കെ NFC ബോർഡുകളാണ്. ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ മിനിമൽ ആയിട്ടാണ് ഇവിടുത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെ നല്ല രീതിയിൽ വീടിനകത്തേക്ക് ലൈറ്റ് വരുന്നു. ലൈറ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ ഈ വീട്ടിൽ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയധികം ഓപ്പൺ സ്പേസുകളുണ്ട്. നല്ല ഭംഗിയുള്ള കളർ ടോൺസ് യൂസ് ചെയ്തിരിക്കുന്നു. വളരെ സട്ടിലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ആർക്കിടെക്ട്സ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഒക്കെ വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പകരം കോമൺ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് നൽകിയിട്ടില്ല. ഇവിടെയാണ് ടോയ്ലറ്റ്. നമുക്ക് അവസാനം കാണാം. ഇതാണ് ബെഡ്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ ഇതേപോലെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഫീൽ ഗ്ലാസ്സിന് നൽകിയിരിക്കുന്നു. വുഡിൽ ഗ്രൂ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ നല്ല ലെങ്തി ആയിട്ട് വീതി ആവശ്യത്തിന് മാത്രം നൽകിയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 3.9 മീറ്റർ ആണ് ഇവിടെ വിഡ്ത്ത് നൽകിയിരിക്കുന്നത്. ഒരു 4.5 മീറ്റർ ഇവിടെ ലെങ്ത്തും വരുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഒരു കോട്ട് നൽകിയിരിക്കുന്നു. ഇതെല്ലാം സോളിഡ് വുഡിൽ ചെയ്തിരിക്കുന്ന മരങ്ങളാണ്. ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മരങ്ങളെല്ലാം ഇന്തോനേഷ്യൻ മരങ്ങളാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്തോനേഷ്യയിൽ കിട്ടുന്ന ട്രീറ്റഡ് ആയിട്ടുള്ള മരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം ഇവിടുത്തെ പണിക്കാരെ കൊണ്ട് നമ്മുടെ ഡിസൈനിൽ, ഇവിടുത്തെ ആർക്കിടെക്ട് വരച്ചു കൊടുത്ത ഡിസൈനിൽ ചെയ്തിട്ടാണ് കട്ടിലുകളെല്ലാം ചെയ്തിരിക്കുന്നത്. വാളിൻ്റെ ഡിസൈന് ആ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ പാനലിങ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതേപോലൊരു വിൻഡോ വരുന്നുണ്ട്. എല്ലാ വിൻഡോയ്ക്കും ഒരു ഓഫ് വൈറ്റ് കളർ കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. നല്ല രസമുണ്ട് വൈറ്റ് കളർ കൊടുത്തുകൊണ്ട്. ആ ഒരു വീടിൻ്റെ ആപ്പിളും ആ ഒരു ഫ്രഷ്നെസ് വൈറ്റ് കളറിന് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ്. NFC ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഹൈറ്റിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. പൊതുവെ വാർഡ്രോബിൻ്റെ ഹൈറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം റൂമിൻ്റെ ഹൈറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് നൽകിയിട്ടുണ്ട്. നോർമൽ 10 ഫീറ്റിന് പകരം ഇതൊരു 12 ഫീറ്റോ 13 ഫീറ്റോ ഈ ഒരു റൂമിന് ഹൈറ്റ് നൽകിയിട്ടുണ്ട്. ആർക്കിടെക്റ്റിനോട് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നേരെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വിട്രിഫൈഡ് ടൈലാണ് ബാത്റൂമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഒക്കെ ഡോർ പ്രൊഫൈലുകളെല്ലാം വൈറ്റ് കളറിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. റൂമിൻ്റെ കളർ തീമിലേക്ക് വരികയാണെങ്കിൽ വാളെല്ലാം നൽകിയിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറും അതേപോലെ ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്കിൽ വരുന്ന ഏതൊരു ഷെയ്ഡുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡ് ഇതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു വുഡൻ കോട്ടാണ് നൽകിയിട്ടുള്ളത്. സെയിം ഷെയ്ഡ് തന്നെ വാർഡ്രോബിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് പക്ക പിങ്ക് അല്ല, പിങ്കിൽ തന്നെ കുറച്ചൊരു ടോണ് മാറ്റിയിട്ടുള്ള നല്ല രസമുള്ളൊരു കളർ തീം ഇതിൽ നൽകിയിരിക്കുന്നു. ഹാൻഡിൽസ് ഒക്കെ ഇതേപോലെ നല്ലൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഹാൻഡിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു.
നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇതൊരു കിഡ്സ് ബെഡ്റൂം തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ മോളുണ്ട്. അവൾ വലുതാവുന്ന സമയത്ത് അവളുടെ ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ സ്റ്റൈലിൽ സിംഗിൾ ബെഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. വാളിൽ ഇതേപോലെ ഒരു വാൾ പിക്ചർ നൽകിയിരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഫുൾ ഹൈറ്റിലുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. മുകളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ മുകളിൽ വെക്കാം. ഇതേപോലെ ഗ്ലാസ് എൻക്ലോസ്ഡ് ആയിട്ടുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ സ്റ്റഡി ടേബിൾ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചു. ഔട്ട് സൈഡിലേക്കുള്ള വ്യൂ കിട്ടിക്കൊണ്ട് നല്ല രീതിയിലുള്ള വെളിച്ചം വന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. മക്കൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധിയൊക്കെ വളർന്നു വരുന്ന സമയത്ത് നല്ല രീതിയിൽ സൺലൈറ്റും കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ കോഗ്നിറ്റീവായിട്ടുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ വീട്ടിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് അത് മാറ്റി നൽകാൻ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതുണ്ട്. കിഡ്സ് ബെഡ്റൂമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇനി നമ്മൾ കാണാനുള്ളത് ഈ വീടിൻ്റെ ആ ഒരു റൂഫ് സ്ട്രക്ചറൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അത് കാണണമെങ്കിൽ ശരിക്കും ഈ വീടിൻ്റെ ടെറസിൽ കയറണം. ടെറസിൽ കയറിയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ടെറസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാഷ്യോ സ്പേസിന് ഇതേപോലെ GI പൈപ്പിൽ സ്റ്റെയർ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാറ്റായിട്ട് റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു കൊളോണിയൽ സ്റ്റൈൽ റൂഫിങ് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ടെറസിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ഇനീഷ്യലി നമുക്ക് അല്പം കോസ്റ്റ് എക്സ്ട്രാ വരുമെങ്കിലും പിന്നീട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സ്ലാബ് മുഴുവനായിട്ടും ഫ്ലാറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ ഫ്രണ്ടിൽ മാത്രം ആ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ട് ഷിംഗിൾ വർക്കുകൾ യൂസ് ചെയ്തിരിക്കുകയാണ്. ഷിംഗിൾസ് ആണ് ഇതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഭാഗം ഒരു 50% സമയത്ത് നമുക്ക് വീടിനകത്ത് നല്ല രീതിയിലുള്ള ഷാഡോസ് ലഭിക്കുകയും അതുമൂലം വീടിനകത്തേക്ക് ചൂട് കാര്യമായിട്ട് എത്താത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഈ കാണുന്ന സ്പേസൊക്കെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്യാനും ടെറസ് യൂസ്ഫുൾ ആയിട്ട് മാറും. പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എല്ലാ വീഡിയോസിലും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന കാര്യമാണ് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ്. ഇനി മുതൽ നമ്മളുടെ എല്ലാ ഹോം ടൂർ വീഡിയോസിലും നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് കാണാം. സോ ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഏരിയ വരുന്നത് 2900 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂമുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റൈൽ വരുന്നത് ഇംഗ്ലീഷ് കൊളോണിയൽ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓഫ് വൈറ്റ് പ്ലസ് ക്രീം കളേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ന്യൂട്രൽ ഷെയ്ഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് ടൈൽ ഫ്ലോറിംഗ് ആണ് വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചറിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും സോളിഡ് വുഡിൽ ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഫർണിച്ചറാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് പ്രൊജക്ട് ഡീറ്റെയിൽസ്. പ്രൊജക്റ്റ് കോസ്റ്റ് സബ്ജക്റ്റ് ടു ആർക്കിടെക്റ്റ് ആണ്. ഈ ഒരു കോസ്റ്റ് വരുന്നത് ഈ വീടിൻ്റെ മൊത്തം ചിലവായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു വീട് വെക്കാൻ നേരത്ത് ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ സമയത്തെ കോസ്റ്റ് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. ആർക്കിടെക്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് KCN ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിന്റെ ചീഫ് ഡയറക്ടറാണ് എഞ്ചിനീയർ നൗഫൽക്ക. നൗഫൽക്ക, മൈ ബെറ്റർ ഹോമിലേക്ക് സ്വാഗതം. താങ്ക് യു. നിങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ഫീച്ചർ ചെയ്യുകയാണ്. അതിനൊരു പെർമിഷൻ തന്നതിന് വളരെയധികം നന്ദി. പ്രേക്ഷകർക്ക് ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഫേം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തി അത് കറക്റ്റ് ആവും. എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും? എൻ്റെ ഫേമിൻ്റെ പേര് KCN ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നാണ്. കൽപ്പറ്റ കേന്ദ്രീകരിച്ചിട്ടാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് എൻ്റെ ഓഫീസ് ഉള്ളത്, കൽപ്പറ്റ ബൈപ്പാസിൽ. ശരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് എൻ്റെ ക്ലയൻറ്റും എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. നിങ്ങളെ വീഡിയോസ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തത്. ഞാൻ ശരിക്കും ടേൺ കീ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ഒരു ഫോമാണ് എൻ്റെത്. പ്ലാനിങ് മുതൽ കീ കയ്യിൽ കൊടുക്കുന്നവരെയുള്ള ഫുൾ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ ഉണ്ട്. എല്ലാം ഡിസൈനിങ്ങും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും ഒരു വീടിൻ്റെ എന്ത് വർക്കാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വീട്, നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലം, അതിലാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓണേഴ്സ് നമ്മളെ മീറ്റ് ചെയ്യുന്നത് ഈ ലാൻഡ് കാണിച്ചു. ഈ ലാൻഡിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ അവർക്കില്ലായിരുന്നു. ശരിക്കും ഇതിന് എത്രത്തോളം സ്ലോപ്പ് ഉണ്ട് എന്നുള്ളതും അവരാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ്, ഒരു ഒറ്റ നിലയുള്ള വീട് വേണം എന്നുള്ളതായിരുന്നു. അവരെന്നെ വന്ന് കാണുന്ന സമയത്ത് ഈ ലാൻഡ് എന്നെ കാണിച്ചു. ഈ ലാൻഡ് ഞാൻ കണ്ട സമയത്ത് ഇതിനൊരു ചെരുവുണ്ടായിരുന്നു.
അവർക്ക് ശരിക്കും വിഷ്വലി അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത്ര ചെരിവ് ഏകദേശം 3 മീറ്ററിൽ കൂടുതൽ ഒരു ഫ്ലോറിൻ്റെ ഡെപ്തിനനുസരിച്ചുള്ള ചെരിവ് ഈ ലാൻഡിനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു നില വീട് ചെയ്യുന്ന സമയത്ത് താന്നു പോകുന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിന് എന്ത് ചെയ്തു വെച്ചാൽ ഒരു റീടൈൻ വാൾ ചെയ്തു, താഴേക്കൊരു കാർ പോർച്ചും അതുപോലെ തന്നെ ഒരു ജിം ഏരിയ കൂടി സെറ്റ് ചെയ്തു. റോഡിന്റെ ലെവൽ ഇവിടെ ഫ്ലാറ്റ് ആണെങ്കിലും വീടിന്റെ പുറകു ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലോട്ട് ചെരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളൊരു റീറ്റൈനിങ് വാൾ കൊടുത്തിട്ട് ആ ചെരിഞ്ഞ ഭാഗം നിങ്ങളൊരു കാർ ഗ്യാരേജ് സ്പേസ് ആക്കി മാറ്റി. നല്ലൊരു ഐഡിയ ആയിരുന്നു അല്ലേ? ഇവർക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നില വീട് വേണം, അതൊരു യൂറോപ്യൻ കോൺസെപ്റ്റിലുള്ള വീട് വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പ്യുവർലി ഒരു യൂറോപ്യൻ കോൺസെപ്റ്റ് വേണം എന്നുള്ള ഒരു ഐഡിയ. പാനലിംഗ് ആണെങ്കിലും ലൈറ്റ് സെലക്ഷൻ ആണെങ്കിലും ഈവൻ ഫർണിച്ചറിന്റെ ആംബിയൻസ് ആണെങ്കിലും പോലും അതിലേക്കാണ്. എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഫുൾ ആയിട്ട് നമ്മൾ ഒരു ഇംഗ്ലീഷ് ടച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊരു ഇംഗ്ലീഷ് ടച്ച് മാത്രം ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ ഫേം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ടൈപ്പ് വീടുകൾ എനിക്ക് തോന്നുന്നു 3-4 നമ്മൾ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സിംഗിൾ ഫ്ലോർ വീട്, ഈ ടൈപ്പ് വീടുകളോട് എനിക്കൊരു ഇഷ്ടം കൂടുതലുണ്ട്, പേഴ്സണലി ഇഷ്ടം. ഇവരുടെ ഓഫീസും ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ് അല്ലേ? വായുവിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓഫീസ് ആണെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഞാനിവിടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു. നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഓഫീസിന്റെ ഡീറ്റെയിൽസ് പറയാം, ലൊക്കേഷൻ എവിടെയാണ്? ഓഫീസ് വന്നിട്ട് കൽപ്പറ്റ ബൈപ്പാസിൽ, കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു എൻ്റെ ഓൺ പ്രോപ്പർട്ടിയിൽ എൻ്റെ ഇഷ്ടം പോലെ വളരെ റസ്റ്റിക് ആയിട്ട് എന്താ ഒരു കുറച്ച് നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ്. വുഡൊക്കെ വന്ന ഫർണിച്ചേഴ്സൊക്കെ ലൈവ് എഡ്ജ് വുഡുകളാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സൈറ്റുകളിൽ ബാക്കിയുള്ള മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മളെ സൈറ്റിൽ കുഴിച്ചെടുക്കുന്ന സമയത്ത് കല്ല് വേസ്റ്റാക്കി ഒഴിവാക്കുന്ന കല്ലുകളാണ് ഞങ്ങൾ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാതെയാണ് ഞങ്ങൾ ഫ്ലോറും അതുപോലെ തന്നെ മുറ്റും ഒക്കെ അങ്ങനെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഓഫീസാണ്. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് മാത്രമേ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനുകൾ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കൂ. ഷുവറായിട്ട് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ടൗണിലായിരുന്നു ഓഫീസ്, മാറ്റി കുറച്ച് മാറി. പക്ഷേ ടൗണിനെ എനിക്ക് നന്നായിട്ട് കാണാൻ, എൻ്റെ സ്പേസിൽ ഇരുന്നാൽ ടൗൺ മുഴുവൻ കാണാൻ പറ്റുന്നുള്ള രീതിയിൽ കുറച്ച് മാറി ഒരു നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കി മാറ്റി. മാത്രമല്ല മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമുള്ളത്, ഇവർ കാലിക്കറ്റിലേക്ക് കൂടെ ഓഫീസുമായിട്ട് വരികയാണ്. കാലിക്കറ്റ് എവിടെയാണ് നിങ്ങൾ ഓഫീസ് വരാൻ? അശോകപുരത്താണ് നമ്മൾ സ്പേസ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ കാലിക്കറ്റ് ഓഫീസിലും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ വയനാട്ടിൽ കൽപ്പറ്റ ഓഫീസിലും നിങ്ങളെ കാണാൻ സാധിക്കും. ഈ പ്രൊജക്റ്റിൽ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഷട്ടറിൻ്റെ ഒക്കെ പാറ്റേൺ ആണെങ്കിലും അതിൽ കൊടുത്ത ഹാൻഡിൽസ് ആണെങ്കിലും മിറേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ശരിക്കും നിങ്ങളുടെ ടീം വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാർപ്പൻട്രി ആണെങ്കിലും ഒക്കെ ഒത്തിരി പണി ഇതിന് വേണ്ടി ചെയ്യേണ്ടത്. സോളിഡ് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഇമ്പോർട്ടഡ് വുഡാണ് യൂസ് ചെയ്യുക, ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് വുഡുകളാണ്. ശരി. കാലിക്കറ്റ് എന്ന യൂണിവേഴ്സൽ ടിമ്പർ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ മരം എടുക്കാറ്, സോയ്സ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിക്കുന്ന മരം കാർപ്പൻറ്റേഴ്സിന് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അതുപോലെ തന്നെ ഇത് ചെയ്ത് തരാൻ പറ്റി, അവർക്ക് തരാൻ പറ്റി എന്നുള്ളതാണ്. ഏത് മരമാണ് യൂസ് ചെയ്തത്? മർബോ എന്ന് പറയുന്ന മരവും, അതായത് കൊയില എന്നും പറയാറുണ്ട് ലോക്കലി, ഈ ടൈപ്പിലുള്ള മരങ്ങളാണ്. ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് വുഡാണ്. അതുപോലെ തന്നെ ട്രീറ്റഡ് മഹാഗണി യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയകളിൽ. ട്രീറ്റഡ് മഹാഗണി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 മരങ്ങളാണ് ഇവിടെ പ്രധാനമായും മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ നമ്മൾ വിൻഡോസും ഡോസും എല്ലാം ഇമ്പോർട്ടഡ് മരം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമുകളും കാര്യങ്ങളും എല്ലാം മുഴുവനായിട്ടും അതാണ് മരം യൂസ് ചെയ്തത്. ശരി. എങ്ങനെയുണ്ട് ഒരു ഇമ്പോർട്ടഡ് മരം യൂസ് ചെയ്യുന്ന ഇന്തോനേഷ്യൻ മരങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ മരത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് മരം ചെതലരിച്ച് പോവുക, കുത്തിപ്പോവുക, ബെൻഡ് ആവുക എന്നുള്ളതൊക്കെയാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഈ മരങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ല. വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിലാണ് ഓപ്പൺ എക്സ്റ്റീരിയർ ഭാഗത്തേക്കും ഇൻറ്റീരിയർ ഭാഗത്തേക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വുഡാണ്. അതാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത്. പിന്നെ മെയിനായിട്ട് ചെതലിൻ്റെ പ്രോബ്ലം, ഞാനിതിൻ്റെ പീസുകളൊക്കെ കുറച്ച് കൂടുതൽ ചെതലിൻ്റെ കൂട്ടിൽ വരെ കൊണ്ടുവച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കതുപോലെ തട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓയിൽ കണ്ടന്റ് പൊതുവെ കൂടുതലുള്ള. അതെ. ഇതിൽ വേറൊരു പ്രോബ്ലം, ഇതിലൊരു കറ ഇളകുന്ന ഒരു പ്രോബ്ലം ഈ വുഡിനുണ്ട്. അത് ശരിക്കും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഈ ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൽ ബെൻഡ് ആവാത്തതും അല്ലെങ്കിൽ ഈ ചതിൽ വരാത്തതും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഇവരുടെ സർവീസുകളും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് 10K പ്രൊജക്റ്റുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ?
ടൺ കീ പ്രോജക്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ എൻ്റെ ഫാദർ കോൺട്രാക്ടറാണ്. വർഷങ്ങളായിട്ട് കോൺട്രാക്ടർ ഫീൽഡിലുള്ള ആളാണ്. 12 വർഷമായി KC എന്ന് പറഞ്ഞ ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ടൺ കീ പ്രോജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൺ കീ പ്രോജക്റ്റുകൾ റെസിഡൻഷ്യലും കൊമേഴ്ഷ്യലും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം വീടുകളോടാണ്. ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് രണ്ടും ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം വീടുകളോടാണ്. ആളുകളുടെ അടുത്ത് അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് ആ രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഇമോഷൻ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളാണ്. അതാണ് കൂടുതൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ടാവും. സോ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.